എല്ലാവർക്കും നമസ്കാരം. ഇതിൽ പറയുന്നത് വിശേഷപ്പെട്ടതാട്ടോ, ഗണപതി പൂജയെ പറ്റിയിട്ടാണ് പറയണത്. ഈ ഗണപതിക്ക് കറുകപ്പുല്ല് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അതിനെക്കുറിച്ചിട്ടുള്ള വിവരണമാണ്. ശ്രദ്ധിച്ചു നോക്കൂ. ഏറെ വിശേഷപ്പെട്ട പൂജയാണ് ഗണപതി പൂജ, എല്ലാവർക്കും അറിയാം. ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ വന്ദിക്കുന്നു. എന്തിനാണ്? വിഘ്നങ്ങൾ പോകട്ടെ. വിശ്വാസപൂർവ്വം ചെയ്ത വിഘ്നങ്ങൾ പോവുകയും ചെയ്യും. അപ്പോൾ ഗണപതിക്ക് വിശേഷപ്പെട്ടത് കറുകപ്പുല്ലുമുണ്ട്. അപ്പോൾ ആ കറുകപ്പുല്ലിൻ്റെ ശക്തി 3 ശക്തികളെയാണ് വഹിക്കുന്നത്. ആരൊക്കെ? ശിവൻ, ശക്തി, ഗണേശൻ, വിഘ്നേശ്വരൻ. പൂവില്ലാത്ത കറുകയുണ്ട പൂജയ്ക്ക് ഉപയോഗിക്കുക. ഈ കറുക ഗണപതി പൂജയ്ക്ക് പ്രധാനമായതിന് ഒരു സംഭവമുണ്ട്. അതൊരു കഥാരൂപത്തിൽ ഞാൻ പറയാം, ശ്രദ്ധിക്കൂ, കേൾക്കൂ. ഒരിക്കൽ കനലാസുരൻ സ്വർഗത്തിലെത്തി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്രേ. അവിടെയും പ്രശ്നങ്ങളുണ്ടേ, ഇവിടുത്തെ മാതിരിയല്ല. അപ്പോൾ അസുരൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ സർവ്വതും അങ്ങോട്ട് ചാമ്പലായി. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദേവന്മാരെന്ത് ചെയ്തു? ഗണപതിയെ അഭയം പ്രാപിച്ചു. ഗണപതിക്കൊരു കഷ്ടകാലം നോക്കൂ. അങ്ങനെ ഗണപതിയും കനലാസുരനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. അതിനിടയിൽ വിരാട് രൂപം പ്രാപിച്ച് ഗണപതി അസുരനെ വിഴുങ്ങി. വല്ല ആവശ്യമുണ്ടോ? അസുരനിലുള്ള അഗ്നി ഗണപതിയുടെ ഉദരത്തിൽ ചൂടും അസ്വസ്ഥതയും ഉണ്ടാക്കി. ശരീരം മുഴുവൻ ചുട്ടുപൊഴുക്കാൻ തുടങ്ങി. ഇത് കണ്ട ചന്ദ്രദേവൻ ഗണപതിക്ക് തലയ്ക്ക് മീതൊരു നിഴൽ കൊടുത്തു തണുക്കാൻ വേണ്ടിയിട്ട്. വിഷ്ണു ഭഗവാനാണെങ്കിലോ താമരപ്പൂ നൽകി. ശിവഭഗവാനാണെങ്കിലോ തൻ്റെ നാഗങ്ങളെയെല്ലാം ഗണപതിക്ക് ചുറ്റും, അരയ്ക്ക് ചുറ്റും ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് നൽകി. ഇതൊന്നും ഗണപതിക്ക് ആശ്വാസം കിട്ടിയില്ല. അങ്ങനെ മഹർഷിമാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ മഹർഷിമാർ 21 കറുകപ്പുല്ല് നൽകിയെന്നാണ് പറയണത്. ഇതോടെ ഗണപതിക്ക് അങ്ങോട്ട് ആശ്വാസമായി ഇത്രേ. ഇതേ തുടർന്ന് കറുകപ്പുല്ല് കൊണ്ട് എന്നെ ആര് പൂജിക്കുന്നുവോ അവരെ ഞാൻ പ്രസാദിക്കുമെന്ന് ഗണപതി ഭഗവാൻ അനുഗ്രഹം നൽകിയിത്രേ. അപ്പോൾ 21 കറുകപ്പുല്ല് കൊണ്ടുള്ള പൂജയാണ് ഗണപതിക്ക് ശക്തമായത്. ഇത് ഒരുമിച്ച് കൂട്ടിക്കെട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കി ഗണപതിയെ പൂജിക്കണം. നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറില്ലേ, പാദങ്ങളിൽ നിന്നും കഴുത്തറ്റം വരെ ഗണപതിയെ ഈ കറുകമാല കൊണ്ടാണല്ലോ, കറുക പുല്ലുകൊണ്ട് മാല കെട്ടിയിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ കാണാറില്ലേ. ഇത് ഏറെ വിശിഷ്ടമെന്നാണ് വിശ്വാസം.